സർ, ലോകം മുഴുവൻ നാളെ ഒരു ദിവസം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അമേരിക്ക ഏർപ്പെടുത്തിയ താരിഫ് നാളെ മുതൽ ഓഗസ്റ്റ് 27 മുതലാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത് നടപ്പിലാക്കുമെന്ന്. അപ്പോൾ ഇന്ത്യയുടെ നിലപാട് അവസാന നിമിഷമെങ്കിലും മാറി മറിയുമോ എന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു. ഒരു കോംപ്രമൈസിനും തയ്യാറല്ല എന്ന് ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആ ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. നാളത്തെ ദിവസം ഇന്ത്യക്ക് അതിനിർണായകമാണോ? നാളെ എന്ത് സംഭവിക്കാനാണ് സാധ്യത? നാളത്തെ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു തീരുമാനത്തെ, ഇന്ത്യയുടെ തീരുമാനത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? നമ്മൾക്ക് എങ്ങനെ വിലയിരുത്താമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നലത്തെ പ്രധാനമന്ത്രി നേരത്തെ പറഞ്ഞു. ഇന്നലെ ഗുജറാത്തിൽ അദ്ദേഹം ഏതാണ്ട് 6000 കോടി രൂപയുടെ വികസനത്തിലൂന്നി അദ്ദേഹം കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ നമ്മൾ ആ പ്രതിസന്ധിയെ അതിജീവിക്കും. ഞാനത് ഏറ്റെടുത്തിരിക്കുന്നു. ഏറ്റെടുത്തതിന്റെ കാരണം ഇവിടുത്തെ കർഷകരും പാലുൽപാദകരും സാധാരണക്കാരും അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ചെറുകിട വ്യവസായികളുമാണ്. ഒരുപക്ഷെ പലർക്കും അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകാം, അതിനകത്ത് ഇൻവോൾവ് ആയി നിൽക്കുന്നവർക്കുണ്ടാകും. പക്ഷെ നമ്മൾക്ക് ഒന്നിച്ച് പൊങ്ങിയാൽ, അതായത് നമ്മൾ പറയത്തില്ലേ, വല പൊക്കണമെങ്കിൽ ഒന്നിച്ച് പറന്നുയരണം. വലയിൽ വീണ കിളികളുടെ കൂട്ട് വല ഭേദിക്കണമെങ്കിൽ ഒന്നിച്ച് പറന്നാൽ മതി, വല മറികടന്ന് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന്റെ വർത്തമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ യാതൊരു കാരണവശാലും ഇപ്പം ഈ 25ഉം 50ഉം കൊണ്ട് നമ്മുടെ നിലപാടിനകത്ത് വ്യത്യാസം വരുത്തി പോകുന്ന ഒരവസ്ഥയില്ല. ആ തിട്ടൂരത്തിന് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ഇന്ത്യ ഇന്ന് ഇല്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ പറയുന്ന പോലെ നമുക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ട്. ഏതാണ്ട് 42 ബില്യൺ ഡോളറിന്റെ വ്യാപാര കരാറുണ്ട്. വലിയ നഷ്ടം. എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് നമുക്ക് പ്രതിസന്ധി ഉണ്ട്. അതിനെ മറികടക്കേണ്ടി വരും. അതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഈ പറയുന്ന ഏത് സാധ്യത ഉണ്ടെങ്കിലും നമ്മളുമായിട്ടൊരു ചർച്ചയ്ക്ക് വന്നാൽ നമ്മൾ ആ സാധ്യത ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കും. കാരണം അത് ഏത് വിജയിക്കുന്നവന്റെയും ബുദ്ധിയാ, അല്ലാതെ പക്ഷെ അടിമപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയില്ല. കാരണം ഇതെന്താണെന്നറിയോ? ഇപ്പോഴത്തെ ഈ അടിമപ്പിടിയിൽ എന്ന് പറഞ്ഞാൽ, ഈ അടിമപ്പിടിയിൽ ഇന്ന് ഒരുപക്ഷെ എക്കണോമിക്കൽ ഗ്രോത്തിനെ അടിമപ്പിടിയിൽ സഹായിച്ചെന്ന് വരാം. അല്ലെങ്കിൽ നാളെ ഈ പറയുന്ന മോദിക്ക് മുഖം രക്ഷിക്കാൻ സാധിച്ചെന്ന് വരാം. പക്ഷെ ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് അത് ദോഷം ചെയ്യും. കാരണം ഇന്ത്യ അടിമപ്പെട്ട് പല യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തും ആ രാജ്യങ്ങളുടെ അകത്ത് ഒരു ബുദ്ധിമുട്ട് കണ്ടില്ലേ? കാരണം അയാൾ ഇവിടെ കയറിയാൽ താൽക്കാലിക നേട്ടത്തിനകത്ത് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അയാളുടെ ഉദ്ദേശത്തോടു കൂടി ഒരു വ്യാപാര കരാർ ഇന്ത്യക്കകത്ത് നമ്മുടെ കർഷകർക്കും നമ്മുടെ പാൽക്കാർക്കും നമുക്ക് സ്വയം പര്യാപ്തതയിൽ എത്തുന്നതിനുള്ള തടസ്സം തന്നെയാണ്. തന്നെയാണല്ലോ അവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ സ്വയം പര്യാപ്തമാവരുത്, അല്ലെങ്കിൽ നമ്മൾ വികസിക്കരുത്. അതിനുള്ള സാധ്യത ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ്. അത്തരത്തിൽ ഫലഭൂയിഷ്ടമായ രാജ്യമാണ്. എന്ത് നോക്കിയാലും കൃത്യമായിട്ട് നോക്കിയാൽ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ അതിനെ തിരയാതിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഇതുവരെയുള്ള പരാജയം. ഇതൊക്കെ വിദേശ രാജ്യങ്ങൾക്കറിയാം. അല്ലെങ്കിൽ തിരയാൻ സമ്മതിക്കാതെ അങ്ങനെ തിരയണ്ട എന്നുള്ള ഭരണാധികാരികൾ നേരത്തെ അവരുടെ തിട്ടൂരത്തിനനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരോട് ഉണ്ടായിരുന്നു. ക്രൂഡ് ഓയിൽ ഉണ്ട്, കുഴിക്കണ്ട, അതിന് 4 പേരെ സമരം ചെയ്യിക്കാൻ ഞങ്ങൾ തരാം. അല്ലെങ്കിൽ ഈ റെയർ മെറ്റീരിയൽസ് ഉണ്ട്, വേണ്ട, ഖനനം ചെയ്യണ്ട. സ്വർണ്ണം ഉണ്ട്, അവിടെ ഇരിക്കട്ടെ, ഇയാൾക്ക് ഒരു 500 കോടി രൂപ ഞങ്ങൾ വിദേശ ബാങ്കിൽ ഇട്ടേക്കാം. ഈ രീതിയിൽ മേടിച്ചുകൊണ്ടിരുന്ന ഭരണാധികാരികൾ ഇപ്പൊ അതിനകത്തുനിന്ന് അവരെ മാറ്റി നിർത്തിയപ്പോൾ അവർ വേറെ രീതിയിൽ ഈ പറയുന്നത് പോലെ ഈ കറക്റ്റ് ഇന്ത്യയുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന കാര്യമൊക്കെ അറിയാം. ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. കേൾക്കുന്നവർക്ക് മനസ്സിലാവും, ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇതിനകത്ത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ അടിമപ്പെട്ടു പോകുന്ന ഒരവസ്ഥയില്ല. പക്ഷെ നമ്മൾക്കകത്തൊരു സാധ്യത വന്നാൽ നമ്മൾ ആ സാധ്യത ഉപയോഗപ്പെടുത്തി ഈ അമേരിക്കയുമായിട്ടുള്ള അല്ലെങ്കിൽ സൗഹൃദം നിലനിർത്തി പോകുന്നതിന് വേണ്ടി ശ്രമിക്കുക. അതിന് ലോബിയിങ് കമ്പനിയൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ലോബിയിങ് കമ്പനി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2ഓളം ലോബിയിങ് കമ്പനി, അതിനകത്ത് ഈ പറയുന്ന മുൻ ഉപദേഷ്ടാവ് ജെയ്സൺ മില്ലറിന്റെ ഒരു ലോബിയിങ് കമ്പനി ഉണ്ട്. അവർക്ക് നമ്മൾ വലിയൊരു കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 1.8 മില്യൺ ഡോളർ ഒരു കൊല്ലം വരുമാനം കിട്ടത്തക്കോണമുള്ള ഒരു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഈ ട്രംപിനെ സ്വാധീനിക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ വേറൊരു ഒരു ലോബിയിങ് കമ്പനിക്ക് $75,000 ഒരു മാസം വരും കിട്ടത്തക്കോണമുള്ള കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ശ്രമിച്ചിട്ട് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒന്നും കൊടുക്കത്തൊന്നുമില്ല. ഇന്നലെ പറഞ്ഞത് അവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ റഷ്യയാണ് പ്രശ്നം, പറയുന്നതാണ് പ്രശ്നം. റഷ്യയിൽ നിന്നാണ് 51% യൂറോപ്യൻ രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ മേടിക്കുന്നത്, വാതകങ്ങൾ മേടിക്കുന്നത്. ഈ പറയുന്ന രാജ്യം ഈ രാസവളങ്ങളും മറ്റു പല സംവിധാനങ്ങളും മേടിക്കുന്ന റഷ്യയിൽ നിന്നാണ്. അവർക്ക് താല്പര്യമുള്ളതൊക്കെ മേടിക്കുക. ഇന്ത്യ മേടിക്കുന്നതിനകത്താ കുഴപ്പം. ഇതിന്റെ കൂടെ തന്നെ ഇതിനെക്കാട്ടി കൂടുതൽ ഈ പറയുന്ന എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ചൈനയ്ക്ക് കുഴപ്പമില്ല. കാരണം ചൈനയ്ക്കകത്ത് കൂടുതൽ മസിൽ പിടിച്ച റെയർ മെറ്റീരിയൽസ് അവിടെ ചെല്ലത്തില്ല. മാത്രമല്ല നമ്മളെ ഇന്ത്യയും ചൈനയും കൂടെ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, കാരണം ചൈനയെ കുറച്ച് സൂചിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. അതിനെ സൂചിപ്പിക്കുമല്ല,
ചൈനയെ സൂചിപ്പിച്ചില്ലെങ്കിൽ ചൈന നേരത്തെ താരിഫ് കൊണ്ടുവന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് റെയർ മെറ്റീരിയൽ തരുന്നില്ല. അപ്പൊ ഇപ്പൊ താരിഫ് കുറച്ചൊക്കെ കഴിഞ്ഞ ദിവസം അവർ തീരുമാനിച്ചു റെയർ മെറ്റീരിയൽസ് കൊടുക്കുന്നില്ല, അവിടുന്ന് ഇങ്ങോട്ടുള്ള ചിപ്പുകൾ ഇറക്കണ്ട എന്നുള്ള രീതി തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ വഴങ്ങുമെന്ന് കരുതിയാണ് ഇദ്ദേഹം സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ വഴങ്ങുന്ന ഒരു അവസ്ഥയില്ല. അദ്ദേഹം ഇന്നലെ ഒരു അംബാസഡറെ പറഞ്ഞുകൊണ്ട് വിടുന്നുണ്ട് ഇന്ത്യ അല്ലെങ്കിൽ സംസാരിക്കാനും അല്ലെങ്കിൽ ഈ രീതിയിൽ കാര്യങ്ങൾ. ഇന്നലെ നമ്മൾ വേറെ വാർത്ത കണ്ടായിരുന്നല്ലോ, ഒരുപക്ഷെ അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് നിക്കി ഹേലി പറഞ്ഞിട്ടുണ്ട്, അവർ നമുക്ക് അനുകൂലമായിട്ടാണ് പറഞ്ഞു. അവർ നമുക്ക് അനുകൂലമായിട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ പറഞ്ഞ അല്ല മെനഞ്ഞാന്ന് നമുക്ക് അനുകൂലമായിട്ട് പറഞ്ഞു ഇന്ത്യയെ പിണക്കേണ്ട കാര്യമില്ല, ചൈനയുമായിട്ടുള്ള ഫൈറ്റ് കൂടുതൽ വലിപ്പത്തിലാക്കാൻ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന നേരത്തെയുള്ള തന്ത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ഒരു പക്ഷേ അവർക്കെതിരെ അത്തരത്തിൽ ട്രംപിനെതിരെ പറഞ്ഞു, അല്ലെങ്കിൽ ആ ട്രംപിന്റെ അഭിപ്രായത്തിനെതിരെ തോന്നിക്കത്തകയുള്ള ഒരു അഭിപ്രായം, ഇന്ത്യയെ ഫേവർ ചെയ്യുന്ന ഒരു അഭിപ്രായം, അല്ലെങ്കിൽ ട്രംപിന്റെ ഒരു നിലപാടിനകത്ത് സംശയം തോന്നുന്ന ഒരു അഭിപ്രായം ആയതുകൊണ്ട് ഇന്ന് അവരെ മാറ്റി പറഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ ട്രംപുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകണം, അല്ലെങ്കിൽ വ്യാപാര കരാറിനകത്ത് ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം, റഷ്യയെ സഹായിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകണ്ട എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നു. റഷ്യയെ നമ്മൾ ഈ പറഞ്ഞതുപോലെ സഹായിച്ചു. എന്താ സഹായിച്ചത്? നേരത്തെ ഈ റഷ്യക്ക് ബാൻ ഏർപ്പെടുത്തിയപ്പോൾ ഈ പറയുന്ന ബൈഡൻ ഉൾപ്പെടെയുള്ള സംവിധാനം പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ഇനിയും റഷ്യക്ക് ബാൻ ഏർപ്പെടുത്തിയത് ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് ക്രൂഡ് ഓയിൽ മേടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല, ഞങ്ങൾ ക്രൂഡ് ഓയിൽ മേടിക്കാതെ, യൂറോപ്യൻ രാജ്യങ്ങൾ ക്രൂഡ് ഓയിൽ മേടിക്കാതെ ഒരവസ്ഥ വന്നാൽ ലോകത്തിനകത്ത് ഈ ക്രൂഡ് ഓയിലിനെ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഈ പറയുന്ന GCC രാജ്യങ്ങളെയും മറ്റു പല രാജ്യങ്ങളെയും മാത്രം ആശ്രയിക്കുമ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന റഷ്യക്ക് ക്രൂഡ് ഓയിൽ വെളിയിലോട്ട് നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കും, അല്ലെങ്കിൽ GCC രാജ്യങ്ങളും മറ്റ് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളും അവിടെ മൊണോപ്പൊളി ആയിട്ട് അവരുടെ കയ്യിൽ മാത്രമായിരിക്കും, അവർക്ക് ഉത്പാദനം വളരെ കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അതിന് വർദ്ധിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില കൂടും. അതുകൊണ്ട് ലോകത്തെ ക്രൂഡ് ഓയിലിന്റെ വില കൂടാതിരിക്കുന്നതിനും, അങ്ങനെ ക്രൂഡ് ഓയിലിന്റെ വില കൂടിയാൽ ഞങ്ങളുടെ അമേരിക്കയും ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളെയും ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട്, നിങ്ങൾ എണ്ണ മേടിച്ചോളാം പറഞ്ഞിട്ട് മേടിച്ചതെന്നാണ് ജയശങ്കർ പറയുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ വെച്ച് എണ്ണ ശുദ്ധീകരിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞ അലിഗേഷൻ ഒന്നുമില്ല, ഇവിടെ ഇവന്റെയൊക്കെ തോക്കേട് തോന്നി ഇവിടെ കൊണ്ടുവന്ന് എണ്ണ ശുദ്ധീകരിച്ച് നാട്ടിൽ വിൽക്കുന്ന കാശുണ്ടാക്കുന്നത് ആ പ്രശ്നം. പച്ചയായിട്ടങ്ങ് പറയാം, ശകലം ചില ആൾക്കാർ പറയത്തില്ലേ അങ്ങേ വീട്ടിലെ കണ്ട ആ കൊച്ചാട്ടിന് അവിടെ പോയി 1 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നു പറഞ്ഞ് ഇപ്പുറത്തിരുന്ന് കുശുമ്പ് പറയുന്നതൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ കാര്യമല്ലേ. നമുക്ക് അവിടുന്ന് വില കുറച്ച് എണ്ണ കിട്ടിയാൽ നമ്മൾ ഇറക്കുമതി ചെയ്യും, നമ്മൾ കൊടുക്കും, സ്റ്റോക്ക് ചെയ്യും, നമ്മൾ ശുദ്ധീകരിക്കും, നമ്മുടെ പെട്രോളും ഡീസലും ആവശ്യമുള്ളവന് കൊടുക്കും. ഇത് എല്ലാം ചെയ്യുന്ന കാര്യം ഇതാ കുഴപ്പം, അതുകൊണ്ട് എണ്ണ മേടിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ബാൻ ഏർപ്പെടുത്തും, തിട്ടൂർ ഏർപ്പെടുത്തും, കിടന്ന് ഏർപ്പെടുത്തും. മാത്രമല്ല നമുക്കിപ്പോ ഈ പറയുന്ന ഇയാൾ പറഞ്ഞിട്ട് ഇയാളുടെ എണ്ണ അവിടെ നിർത്തിയിട്ട് നമുക്ക് വേറെ ഇനി എണ്ണ ഒരു രീതിയിലും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ നമ്മുടെ അതിന് വേറെ മാർഗം കണ്ടിട്ടുണ്ട്. ബ്രസീൽ എണ്ണ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രസീൽ പറഞ്ഞ എത്ര വേണേലും തരാം, മറ്റേവർ തരുന്നതിനെക്കാട്ടി താഴ്ത്തു തരാം, നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ആവശ്യം പോലെ എണ്ണ ഉണ്ട്. അപ്പൊ ഇത് ഇന്ത്യ ഒരു രീതിയിലും പണിയാൻ പറ്റത്തില്ല ഈ കൊച്ചാട്ടന്മാർക്ക്. അതിനുള്ള പല മാർഗങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ലോകക്രമം ഇപ്പം കൊണ്ടുവന്നുണ്ടല്ലേ, കഴിഞ്ഞ ഇയാള് ചൈനയെ താത്തു കൊടുത്തോണ്ട് ഇന്ത്യയെ കയറ്റി വെച്ചോണ്ട് ചൈനയും ഇന്ത്യയും കൂടെ ഒരു ഫൈറ്റ് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഇന്നലെ ചൈന പറഞ്ഞു, അപ്പം റഷ്യ മുഖേന ചൈന എടുത്ത് പറഞ്ഞു ആ പരിപാടിക്ക് നിൽക്കണ്ട, ഇന്ത്യയുമായിട്ട് കൂട്ടി യോജിപ്പിച്ചു. അതുകൊണ്ട് ഇന്നലെ പറഞ്ഞ റെയർ മെറ്റീരിയൽസ് തരത്തില്ല, ഇയാളുടെ ചിപ്പും വേണ്ട, ഇവിടെ ഞങ്ങളെ ചാരപ്രവർത്തനം നടത്താൻ ചിപ്പ് എന്ന് പറഞ്ഞു. അപ്പം അതിനകത്തും ഈ പറയുന്നത് ട്രംപിനെ ചവിട്ടാ കിട്ടിയത്. അപ്പൊ ഇന്നലെ പിന്നെ ഈ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഞങ്ങൾ മേടിക്കും, ഇയാൾ ഞങ്ങളുടെ സാധനം മേടിക്കണ്ട. അപ്പൊ ഈ തിട്ടൂരങ്ങൾ അംഗീകരിച്ച് പോയാൽ നമുക്ക് ഇപ്പോ ഒരു ആദ്യം പറഞ്ഞ ലാഭം ഉണ്ടോ, നാളെ കാലത്ത് ഇവന് അടിമപ്പെട്ട് പോകേണ്ടി വരും. അതേസമയം ഈ തിട്ടൂരം അംഗീകരിക്കാതെ നമ്മൾ അമേരിക്കയെ വെല്ലുവിളിച്ച് അതിജീവിച്ചാൽ അമേരിക്ക ലോകത്തിനകത്ത് ഇന്ത്യയെ ഇനിയും വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നടക്കത്തില്ല. ഇന്ത്യക്ക് മാത്രമല്ല ഗുണമുള്ളത്, അമേരിക്കയ്ക്ക് ഇന്ത്യയെ കൊണ്ട് ഗുണമുണ്ട്. ഇന്ത്യയുടെ സാധനങ്ങൾ അവിടെ ചെന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ ഈ നാളെ കാലത്തെ അവിടുന്ന് മനസ്സിലാവും, അത് ട്രംപ് മനസ്സിലാക്കും. പലരും ട്രംപിന്റെ അടുത്ത് പറഞ്ഞാൽ ട്രംപെ കളിക്കരുത്, ഇതിനകത്ത് ഇന്ത്യ വലിയൊരു വിപണിയാണ്, നിങ്ങൾ അവരെ ചവിട്ടി പിടിക്കാമെന്ന് വെച്ചാൽ അവർ നിൽക്കത്തില്ല, അവരുടെ വിപണിയിൽ തന്നെ അവിടെ സാധനം വിൽക്കും. രണ്ടാമത് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ആള് മോശക്കാരനല്ല, അയാൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം നിങ്ങളൊക്കെ അവിടെ വിൽക്കാൻ പറ്റാത്തത് അയാൾ ലോകത്ത് കൊണ്ട് പലയിടത്തുമായിട്ട് വിൽക്കും. ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് കുഴപ്പം വരാൻ പോകുന്ന അമേരിക്കയ്ക്കാണ്, അത് അമേരിക്കയ്ക്ക് നാളെ കുഴപ്പം വരും. അമേരിക്ക ഈ പറഞ്ഞതുപോലെ ഇവിടെ വന്ന് കാലയിലും കയ്യിലും പിടിച്ച് അതിനുള്ള ഒരു മാർഗം അദ്ദേഹം നോക്കുന്നുണ്ട് പല രീതിയിലും. അദ്ദേഹം പറയുന്നില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ കഴിഞ്ഞ ദിവസത്തെ ഈ നേതാവ് നിക്കി ഹേലിയും അല്ലെങ്കിൽ വരുന്നതും ഒക്കെ അതിനു വേണ്ടിയാണ്. ഏതായാലും ഇന്ത്യ അംഗീകരിച്ചു പോകുന്ന ഒരവസ്ഥയില്ല, അത് ജയശങ്കറിന്റെ രീതിയിലും നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറഞ്ഞു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഈ കൃത്യമായ മറുപടി അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. നാളെയാണ് അതിന്റെ 50% താരിഫ്. അതിനകത്ത് നീക്കുപോക്കുകൾക്ക് നമ്മൾ പല രീതിയിലും ശ്രമിക്കുമെന്നുണ്ടെങ്കിലും നമ്മൾ ആയിട്ട് അതിനൊരു താല്പര്യമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയില്ല, വിരട്ടലിൽ നിന്ന് കൊടുക്കുന്ന ഒരവസ്ഥയില്ല എന്നുള്ള രീതിയിലേക്ക് പ്രധാനമന്ത്രി രണ്ടാമതും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ വിദേശകാര്യമന്ത്രി മറ്റു പലരും ഒക്കെ പറയുന്ന ഒരവസ്ഥ. വിദേശകാര്യമന്ത്രിയൊക്കെ ഇന്നലെ ഈ പറഞ്ഞതുപോലെ
എക്കണോമിക്കൽ ടൈംസിനൊക്കെയാണ് ഈ വേണമെങ്കിൽ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞുള്ള ഒരു വെല്ലുവിളി സ്വരത്തിൽ അമേരിക്കയോട് പറഞ്ഞു. പ്രധാനമന്ത്രിയല്ല, നമ്മുടെ വിദേശകാര്യമന്ത്രിയാണ്, വേണമെങ്കിൽ മേടിച്ചാൽ മതി, ഞങ്ങൾ എവിടുന്ന സാധനം മേടിക്കും, ഞങ്ങളുടെ സാധനം വിറ്റ് ഞങ്ങൾക്ക് കാശുണ്ടാക്കാൻ അറിയാം, ഞങ്ങൾ വ്യാപാരി ആരെ കൊണ്ട് നടത്തണമെന്നറിയാം, വേണമെങ്കിൽ മേടിച്ചാൽ മതി. അതിന്റെ അർത്ഥം എന്താ? നീ എന്റെ പാട്ടിന് ഓടാന്ന് അതിന്റെ അർത്ഥം. അങ്ങനെ പറയുന്നതിനപ്പുറം ഇങ്ങനെ പറഞ്ഞാലും മതിയല്ലോ. മാന്യമായിട്ട് പറയുന്ന ആൾക്കാർ ഇങ്ങനെയാ പറയുന്നത്. അല്ലാത്തവനാഴ്ച കള്ളുമൊക്കെ അടിച്ചിട്ട് നിൽക്കുന്നവനാ പറഞ്ഞത് ഓടാ എന്റെ പാട്ടിന് സാധനം വേണ്ട. ഇവര് പറയും ഞങ്ങളുടെ സാധനം വേണമെങ്കിൽ മേടിച്ചാൽ മതി, മാന്യമായിട്ട് പറയും. രണ്ടിനും ഒരേ അർത്ഥമാണ്. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും. ട്രംപിന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ട്രംപിന് നാളെ കാലത്തെ ഇത് മനസ്സിലായിക്കോളും. ഏതായാലും ഇത്തരത്തിലാണ് ഇന്ത്യയുടെ മറുപടി. യെസ്, എന്തായാലും ഈ രീതിയിൽ ഇന്ത്യ ഒരു വലിയ മറുപടി നൽകുമ്പോൾ ലോകത്ത് മറ്റേത് രാജ്യമുണ്ട് ഇത്തരത്തിൽ ഒരു പ്രശ്നത്തെ, അല്ലെങ്കിൽ അമേരിക്കയെ, ട്രംപിനെ നേരിടാൻ എന്ന മറുചോദ്യം കൂടി ഉയരുന്നുണ്ട്. ആ ആർജവം എല്ലായ്പ്പോഴും ഇന്ത്യ കാണിക്കുന്നു എന്നുള്ളതാണ്. പ്രശാന്ത് സാർ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്രയോ തവണ പറഞ്ഞു കഴിഞ്ഞു, താരിഫ് വിഷയത്തിൽ നോ കോംപ്രമൈസ്, ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇന്ത്യ തയ്യാറല്ല. ഇന്ത്യ തങ്ങളുടെ രാജ്യത്തെ കർഷകരെയും അതുപോലെ ബാക്കിയുള്ള സാധാരണക്കാരെയും ഒക്കെ സംരക്ഷിച്ചു നിർത്തിക്കൊണ്ട് ട്രംപിനോട് പറയുന്നത് ഒരു വലിയ നോയാണ്. നാളെയാണ് ആ നിർണായകമായ ദിവസം. ഓഗസ്റ്റ് 27 മുതലാണ് ട്രംപ് അല്ലെങ്കിൽ അമേരിക്ക ഇന്ത്യക്ക് മേൽ പ്രഖ്യാപിച്ചിരിക്കുന്ന താരിഫ് ആരംഭിക്കാൻ പോകുന്നത്. എന്താവും, ഇന്ത്യ അതിനെ എങ്ങനെ നാളെ വീണ്ടും പ്രതിരോധിക്കുമെന്നത് കണ്ടറിയാം. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.